SIR-ൽ നിയമ പോരാട്ടത്തിന് സർക്കാർ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ബിജെപി ഒഴികെയുള്ള പാർട്ടികൾ നിയമവഴി തേടാനുള്ള സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചു. 2002-ലെ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. വിവിയരുടെ റിപ്പോർട്ടിലേക്ക്. പശ്ചിമബംഗാളിന്റെയും തമിഴ്നാടിന്റെയും മാതൃകയിൽ SIR-നെതിരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാനത്തിന്റെയും തീരുമാനം. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും. രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലയിലും ഈ കേസിൽ കക്ഷി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സുപ്രീം കോടതിയിൽ പോകണമെന്ന നിർദ്ദേശം സർവകക്ഷി യോഗത്തിൽ വച്ചത്. പ്രതിപക്ഷ വി.ഡി. സതീശൻ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ മുഴുവൻ പേരും ആ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. സർക്കാർ എന്ന നിലയിൽ മുന്നോട്ട് പോകും. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ കക്ഷി ചേരും. CPM-ന് വേണ്ടി MV ഗോവിന്ദനും പങ്കെടുത്തു. അദ്ദേഹവും ഈ നിലപാടാണ് അറിയിച്ചത്. ഏതായാലും വോട്ടർ പട്ടിക തീവ്ര പരിശോധന നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലും പിന്നീട് വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും ലഭിച്ചിട്ടുണ്ട്. ഈ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും സർക്കാരിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2002-ലെ തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ നിരവധിയാണ്. SIR പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണെന്നുള്ള ആശങ്ക വിവിധ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ മുന്നോട്ട് വച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. അങ്ങനെ കേന്ദ്രത്തിന്റെ SIR നീക്കത്തിനെതിരെ സംസ്ഥാനം BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വോട്ടുകൾ ചേർത്ത് തുടങ്ങി. അതിനോട് സഹകരിക്കുമ്പോൾ തന്നെ നിയമപരമായി നേരിടാനുള്ള വഴികൾ കൂടി സർക്കാർ തേടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിലേക്ക് വിട്ടു നൽകാൻ കഴിയില്ലാത്ത നിലപാട് നേരത്തെ വലിയ വിവാദമായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ഇത് സംബന്ധിച്ച് ഉത്തരവുകളിലൂടെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. പക്ഷേ ഇരുവരും രണ്ട് കാര്യങ്ങളും ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഏതായാലും ഇനി നിയമ വഴിയിലേക്ക് തന്നെയാണ് സംസ്ഥാനവും നീങ്ങുന്നത്. SIR-ന് പിന്തുണ